കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിച്ചു വെച്ചത് കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ മുഖറബാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. പണിയെടുക്കണം. ولا نمشي مع رجل في حاجة له. ഹദീസ് മറക്കരുത്. ആ ഹദീസ് മറക്കരുത്. ഞാൻ ഒരു ഹദീസ് പറയാൻ പോവാ. ولا نمشي مع رجل في حاجة له أحب إلي من أن نعتكف في هذا المسجد. ഒരു മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ നടക്കലാണ് ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പോലും എനിക്ക് ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ. മദീന പള്ളി എന്നാണ് ഒരു റക്അത്തിന് 10,000 റക്അത്ത് കൂലിട്ടു. അപ്പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മനുഷ്യന് ആവശ്യമുണ്ടെന്ന് കേട്ടാൽ അത് ശരിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നടന്നു കൊടുക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. എത്ര സ്ഥലത്തുണ്ട് ഈ ഹദീസ് മനസ്സിലായിട്ടല്ലേ? مسكينا ويتيما وأسيرا إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا يوفون بالنذر ويخافون يوما كان شره مستطيرا ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا. اللهم اجعلنا منهم 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 آمين برحمتك يا رحمن. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ്. ചില പ്രത്യേക ചഷകങ്ങളിൽ നിന്ന് ഗുണവാന്മാർ പരലോകത്ത് വെച്ച് പാനീയം ചെയ്യും, കുടിക്കും. ഇന്നൽ അബ്റാറ യശ്റബൂന മിൻ കഅസ് കാന മിസാജുഹാ കാഫൂറാ. അതിൽ കർപ്പൂരം കലർത്തിയ മനോഹരമായ മദ്യമുണ്ടായിരിക്കും. അതങ്ങനെ കുടിച്ച് ആസ്വദിച്ച് അങ്ങനെ നിൽക്കും. കഅസ് എന്ന് പറഞ്ഞാൽ തന്നെ ശുദ്ധമായ മദ്യത്തിനാൽ നിറക്കപ്പെട്ട പാത്രം എന്ന്. അല്ലാഹു തആല അതൊക്കെ കുടിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. عينا يشرب بها عباد الله يفجرونها تفجيرا. അവരൊന്ന് ചൂണ്ടിയാൽ സ്വർഗ്ഗത്തിന്റെ പുഴകൾ ഒഴുകി വരും. اللهم اجعلنا منهم. അവർ ചൂണ്ടും വേണ്ട, അവർ വിചാരിച്ചാൽ പോലും യുഫജ്ജിറൂനഹാ തഫ്ജീറാ, പുഴങ്ങനെ ഒഴുകി വരും. യൂഫൂന ബിന്നദ്രി. അവർ ഏത് നേർച്ചയും വീട്ടിയവരായിരിക്കും. വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറാ. ഏറ്റവും ഭീകരവും ഏറ്റവും നീണ്ടതുമായ ദിവസത്തെ പേടിച്ച് നടക്കുന്നവരായിരിക്കും. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. പിന്നെ അവരാരായിരിക്കും? പിന്നെ അവർ അവർക്ക് തന്നെ ആഗ്രഹം ഉണ്ടായിരിക്കവേ അവർ ഭക്ഷണം കൊടുക്കുന്നവരായിരിക്കും. മിസ്കീനിനും യതീമിനും ജയിലാളിക്കും. ജയിലിൽപ്പെട്ട കുറ്റവാളിയാണ്, ഒരു നിലക്കും കരുണല്ലാതെ കുറ്റത്തിൽപ്പെട്ട് ജയിലിൽപ്പെട്ടതാണ്. പക്ഷെ നീ നീട്ടുന്ന ഒരു ഭക്ഷണപ്പൊതി അവന്റെ മനസ്സ് മാറ്റും. അങ്ങനെയൊക്കെ ദോഷിയായിട്ടും എനിക്കൊന്ന് നേരത്തിന് ഭക്ഷണം എത്തിച്ചേരുന്നുണ്ടല്ലോ എന്ന്. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ? പറയാവില്ല. ആശയാണിതൊക്കെ. ബന്ധനസ്ഥനാണ് അവൻ, ജയിലിൽ കുറ്റത്താൽ ജയിലിലാകപ്പെട്ടവനാണ്. പക്ഷെ നീ അവനോട് കരുണ കാണിക്കണം. എന്തുകൊണ്ട്? നീ അവനോട് കരുണ കാണിച്ചാൽ അവൻ ബന്ധനസ്ഥനാണ്, സാധു. 2, അവന്റെ മനസ്സ് മാറും. എന്തൊരടിസ്ഥാനാണ് ഇതൊക്കെ.
എന്തുപകാരം ചെയ്തു കൊടുക്കുമ്പോഴും അവർ വിചാരിക്കും ഇത് അള്ളാന്റെ വജ്ഹിന് വേണ്ടി ചെയ്യുകയാണ്. നിങ്ങളൊരു പ്രത്യുപകാരം ചെയ്യണമെന്നും ഞങ്ങൾക്കില്ല, നിങ്ങളൊരു നന്ദി കാണിക്കണമെന്നും ഞങ്ങൾക്കില്ല. ഒന്നും ചെയ്യണ്ട. മനസ്സിലായില്ല? എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുത്താൽ മുഅ്മിനീങ്ങൾ ഒരു പ്രത്യുപകാരത്തെ പാറാവുട്ടി ആഗ്രഹിക്കൂല. അതൊന്നും ഞങ്ങൾക്ക് ഉദ്ദേശമില്ല. നിങ്ങളെന്താ പിന്നെ അങ്ങനെ? ഞങ്ങൾ അങ്ങനെയാണ്. എന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ? ഞങ്ങൾ അങ്ങനെയാണ്. ഞങ്ങൾ ഒന്നിനുമില്ലാതെ പിന്നെ നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്ത്? ഒന്നുമില്ല. ഒരു പാവപ്പെട്ട പെണ്ണും കുട്ടിയും ബസ് സ്റ്റാൻഡിൽ, പിന്നെ ബസ് തിരക്കുള്ള സമയം ബസ് സ്റ്റാൻഡിൽ ഒറ്റക്കുള്ള ഒരു പെണ്ണും കുട്ടിയും. അപ്പോൾ അതിന് സീറ്റ് കിട്ടണം, അല്ലാതെ ഒറ്റക്ക് ഈ കുട്ടിയെ പിടിച്ചുകൊണ്ട് നിൽക്കാൻ എനിക്ക് കഴിയില്ല. രണ്ട്, ഈ കുട്ടിയുടെ ഒരു ബുദ്ധിമുട്ടും നേരെ മറിച്ച് ഒരു യുവതിയായ പെണ്ണും അങ്ങനെ നിന്നാൽ ഒരുപക്ഷെ കണ്ടക്ടർ ബാക്കിലേക്കാക്കും, ബാക്കിൽ നിന്ന് ആണുങ്ങൾ മുന്നിലേക്ക് തള്ളും. ചുരുക്കത്തിൽ തോന്നിയാസങ്ങൾക്ക് വരെ കാരണമാവും. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടിക്കൊരു, ആ കുട്ടി എടുത്തു നിൽക്കുന്ന ആ പെണ്ണിന് സീറ്റ് വാങ്ങിക്കൊടുത്താൽ അപ്പം നിങ്ങൾ വേഗം ചാടി ഇറങ്ങിയിട്ട് എന്ത് ചെയ്ത് അതിനൊരു സീറ്റ് പിടിച്ചു. അപ്പം ആ പെണ്ണിന് ഒരു സംശയം, ഇവനേറ്റ പൂവാലിനിട്ടാണോ? എന്തവൻ്റെ ഉദ്ദേശം? ഞങ്ങൾക്കൊരു ഉദ്ദേശമല്ല. إننا نخاف من ربنا يوما عبوسا قمطريرا. മുഖങ്ങൾ ചുക്കിച്ചുളിയുന്നതും ഏറ്റവും ഭീകരവുമായ ഒരു ദിവസത്തെ പേടിച്ചാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്കൊരു സൗകര്യം ചെയ്തെന്നാൽ അള്ളാഹു അവിടെ ഞങ്ങൾക്ക് അർശിന്റെ പറ, അതിനു വേണ്ടി വേറെ ഒരു ഉദ്ദേശം ഞങ്ങൾക്കില്ല. പെണ്ണിനത് പിന്നെയും വിശ്വാസം വരില്ല, നമ്മളെ ചെയ്തു പറ്റി പിന്നെ കണ്ടതേ ഇല്ല. അങ്ങനെ എത്രയോ ആളുകളുണ്ട്. നല്ല മനുഷ്യന്മാർ എല്ലാ മതത്തിലുണ്ട് ജനങ്ങളെ. എന്നോട് ഒരു സ്ത്രീ പറഞ്ഞു, ഒരിക്കൽ തൃശ്ശൂർ ടൗണിൽ വെച്ച് അതിൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു. എന്നോടൊരു സ്ത്രീ പറഞ്ഞു, അങ്ങനെ അതിൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു. ബസ് സ്റ്റാൻഡിൽ, KSRTC സ്റ്റാൻഡിൽ ഭയങ്കര തിരക്കുള്ള സമയം കുട്ടിയെ കാണാനില്ല. 6 വയസ്സായ കുട്ടിയെ കാണാനില്ല. അതിൽ കൂടെ ഇത് എൻ്റെ കുട്ടിയെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരു ചരടും കെട്ടിയ ഒരു കുറി തൊട്ട ഒരു ചെറുപ്പക്കാരൻ 4 പാടും ഓടി. കുഞ്ഞുമോനെ എന്നാണ് ഈ കുട്ടിയുടെ പേര്. ഈ ചെറുപ്പക്കാരൻ കുഞ്ഞുമോനെന്ന് ഇങ്ങനെ ഈ പെണ്ണ് വിളിച്ച് പറയുന്നത് കേട്ടിട്ട് കുഞ്ഞുമോനെ കുഞ്ഞുമോനെ എന്ന് വിളിച്ച് ആ ബസ് സ്റ്റാൻഡ് ആകെ ഓടി. അങ്ങനെ കഷ്ടപ്പെട്ടൊരു 10-20 മിനിറ്റ് നേരം ഓടിയിട്ട് ഈ കുട്ടിയെയും പിടിച്ച് ഈ ചെറുപ്പക്കാരൻ വന്ന്, അപ്പോഴത്തേനും ബസ്സും വന്നു. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ഈ പെണ്ണിന് വേഗം എന്ത് ചെയ്ത് ബസ്സിൻ്റെ ഉള്ളിലൂടെ തലയിട്ടിട്ട് സീറ്റ് വാങ്ങിക്കൊടുത്ത് പോയിക്കോളിന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെണ്ണിന് ഡൗട്ട്, ഇവനെന്തോ ആണോ? ഒന്നുമല്ല. ആ പെണ്ണിനോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ പിന്നെ ആ ആളെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും നന്മ ഉറങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ? അള്ളാഹു നന്മയുള്ളവൻ നമ്മളെ കൊടുത്തട്ടെ. എന്താണ് അതിൻ്റെ ഒരു സന്തോഷം? ആ ഒരു വെളിച്ചം മതിയാവും. ചിലപ്പോൾ അള്ളാഹു ഒരു വെളിച്ചത്തിൻ്റെ നോട്ടം ആ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിലേക്ക് നോക്കട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഹൃദയം. അങ്ങനെയാണ്. ഞാൻ ഈ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളെ കൊല്ലുന്ന ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. എനിക്കത് കാണാൻ കഴിയില്ല. എന്തുകൊണ്ട് കാണരുതെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം തെറ്റ് കണ്ട മനുഷ്യൻ്റെ ഹൃദയം ക്രൂരമായി പോകും. ഒരിക്കലും അങ്ങനത്തെ ഫോട്ടോ കാണാൻ പാടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ചീത്തയെ പരസ്യപ്പെടുത്തുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. ഒരു ജുസിന്റെ തുടക്കത്തിലായതാണ്. ഓർമ്മല്ലേ? ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ, ഒരു ചീത്തയെ പരസ്യപ്പെടുത്തുന്നത് ഒരിക്കലും അള്ളാഹുവിന് ഇഷ്ടമല്ല. മനുഷ്യന്റെ മനസ്സ് നാശം. ദീൻ എന്ന് പറഞ്ഞ കുട്ടികളെ കാരുണ്യം നിസ്കാരയിൽ പെടും. ليس البر أن تولوا وجوهكم قبل المشرق والمغرب ليس البر أن تولوا وجوهكم قبل المشرق والمغرب. കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിച്ചു വെക്കലാണ് നന്മ. അത് മാത്രമാണ് നന്മ എന്ന് നിങ്ങൾ ഒരിക്കലും വിചാരിക്കുകയേ വേണ്ട. സൂറത്തുൽ ബഖറ 177-ാമത്തെ ആയത്ത്. ഇത് ചൊല്ലി മറക്കണ്ട, പിന്നീട്
എന്താണ് കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ മുഖം തിരിച്ചു വെച്ചത് കൊണ്ട് മാത്രം അല്ലാഹുവിന്റെ മുഖറബാകാൻ കഴിയുമെന്ന് നിങ്ങൾ വിചാരിക്കുകയേ വേണ്ട. നടക്കൂല. പണിയെടുക്കണം. ولا نمشي مع رجل في حاجة له. حديث مركز تا حديث مركز ني حديث പറയാൻ പോവാ. ولا نمشي مع رجل في حاجة له أحب إلي من أن نعتكف في هذا المسجد. ഒരു മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കാൻ നടക്കലാണ് ഈ പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ പോലും എനിക്ക് ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ. മദീന പള്ളി എന്നാണ് ഒരു റക്അത്തിന് 10,000 റക്അത്ത് കൂലിട്ടു. അപ്പള്ളിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മനുഷ്യന് ആവശ്യമുണ്ടെന്ന് കേട്ടാൽ അത് ശരിപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി നടന്നു കൊടുക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. എത്ര സ്ഥലത്തുണ്ട് ഈ ഹദീസ് മനസ്സിലായ കുട്ടികളെ? ഒരു ആശുപത്രി ചെന്നു, അപ്പൊ ഒരു ഷീറ്റ് എടുത്തിട്ടില്ല, നിങ്ങൾ ഓടി. മങ്ങൾ ഇവിടെ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. നിങ്ങളെ പേര് തിരിഞ്ഞു, നിങ്ങൾ ആ പേരും കൊണ്ട് ഓടി കൗണ്ടറിലേക്ക് ഓടി. ഇതാ പിന്നെ ഇത്തീരുമ്മ അല്ലെങ്കിൽ കുഞ്ഞാറ്റുമ്മ 65 വയസ്സ് 70 വയസ്സ് അല്ലെങ്കിൽ 35 വയസ്സ് അല്ലെങ്കിൽ 45 വയസ്സ്. നിങ്ങൾ ഓടിപ്പോയി കൗണ്ടറിൽ പോയിട്ട് ഷീറ്റ് എടുത്തു കൊണ്ടുവന്നു. ആ കൗണ്ടറിൽ പോയിട്ട് അത് ഷീറ്റ് എടുക്കാൻ തിരക്കാൻ എനിക്ക് കഴിയില്ല. അതിനാണെങ്കിൽ വെയ്യാനും മങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഓടട്ടെ. അനാംശ്യമാഹു. ഒരാൾക്ക് നീ ഓടിക്കൊടുക്കുക. ലഹു, അവന്റെ ആവശ്യത്തിൽ. അഹബ്ബു ഇലയ്യ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മിൻ അഅ്തകിഫ, ഞാൻ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഫി ഹാദൽ മസ്ജിദ്, ഈ പള്ളിയിൽ. ഒരു റക്അത്തിന് 10,000 റക്അത്തെന്നും ഒരു റിവായത്തിൽ 50,000 റക്അത്തെന്നും അങ്ങനെ റിവായത്തുണ്ട്. മദീന പള്ളിയിൽ ഒരു റക്അത്തിന് 10,000 റക്അത്തിന്റെ കൂലിയെന്നും റിവായത്തുണ്ട്, 50,000 റക്അത്തിനും കൂലിയുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? 50,000 റക്അത്തിന്റെ കൂലിയുള്ള മദീന പള്ളിയിൽ ഇഅ്തികാഫ് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരാളുടെ ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഓടിക്കൊടുക്കുകയാണ് മുഹമ്മദ് മുസ്തഫ. അതെന്നെ ഒന്ന് പാഞ്ഞു കൊടുക്കുക. ഒരു ആശുപത്രി പായ ഒന്നിങ്ങനെ. അത് ആശുപത്രി എന്ന് മാത്രമല്ല കുട്ടികളെ, ഒരു കരണ്ട് ബില്ലടക്കം പാഞ്ഞു കൊടുക്കുക. ആശുപത്രിക്ക് പായുക, കരണ്ട് ബില്ലിന് പായുക. അവർ ആശുപത്രിയിൽ നിന്ന് വിട്ടപ്പോഴത്തിന് ആശുപത്രിക്ക് നിങ്ങൾ നേരത്തെ മുന്നിലോടി നിങ്ങൾ വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തു. അല്ലെങ്കിൽ ഒരു വില്ലേജിക്ക് നിങ്ങളൊന്ന് പാഞ്ഞു കൊടുത്തു. എന്തോ അതിനൊരു അവകാശ സർട്ടിഫിക്കറ്റ് വില്ലേജിൽ നിന്ന് കിട്ടണം. അത് പോയിട്ട് കിട്ടിയില്ല. അപ്പം നിങ്ങൾ പോയി. ചിലപ്പോൾ വില്ലേജ് ഓഫീസർ 2 വർത്താനം വേറെ പറയേണ്ടി വരും. ഒരു സാധുവായ മനുഷ്യൻ 2 ദിവസം വന്നിട്ട് നിങ്ങൾ എന്നെ കൊടുക്കാതിരുന്ന് എന്തെങ്കിലും കാരണം എന്ന് പറയുന്നത് 2 വട്ടം ഒരു സന്നദ്ധ പ്രവർത്തനം പറഞ്ഞാൽ വില്ലേജ് ഓഫീസർ കൊടുക്കാതിരിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? ഇയാളെ പിന്നിൽ ആളുണ്ട്, എനിക്ക് മനസ്സിലാവും. അമലുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണെന്ന് ഒരാൾ മുത്ത് മുഹമ്മദ് മുസ്തഫയോട് ചോദിച്ചു. എന്ത് അമലുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം? ഖീല ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്. അമലുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ ഏതാണെന്ന് ഒരിക്കൽ ഒരാൾ മുത്ത് നബിയോട് ചോദിച്ചു. മുത്ത് മുഹമ്മദ് മുസ്തഫ കേട്ടോ മറുപടി കേട്ടോ. قال النبي صلى الله عليه وسلم, അപ്പോൾ ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബി ഇംരീൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നീ ഒരു സന്തോഷം ഇട്ട് കൊടുക്കലാണ്. അയാൾക്ക് നിന്റെ പണി കൊണ്ട് എന്ത് തോന്നി? ഒരു സന്തോഷം തോന്നി. അതന്നെയാണ് അല്ലാഹു. സുബ്ഹാനല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതൊന്നും മനസ്സിലാവണല്ലോ കുട്ടികളെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇങ്ങോട്ട് നോക്കുക കുട്ടികളെ, നിങ്ങൾ നോക്കുക. എന്താ ഒരു വാക്കാണത്. ഹദീസ് ഓർമ്മയുണ്ടോ? എന്തേ പറഞ്ഞ? ഖീല ലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അമലുകളിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമലാണ് ചോദിച്ചു. ഏതാണ് നബി? അപ്പോൾ പറഞ്ഞു, സുറൂറുൻ തുദ്ഖിലുഹു ഫീ ഖൽബി ഇംരീൻ അഹബ്ബുൽ അഅ്മാൽ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമൽ എന്ന് പറഞ്ഞാൽ സുറൂറുൻ, അതൊരു സന്തോഷമാണ്. തുദ്ഖിലുഹു, ആ സന്തോഷത്തെ നീ പ്രവേശിപ്പിക്കുന്നു ഫീ ഖൽബി ഇംരീൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ. സുബ്ഹാനല്ലാഹ്. എന്തൊരു നേതാവാണ് മുഹമ്മദ് മുസ്തഫ. പടച്ച തമ്പുരാനെ, ഇതാരും പറഞ്ഞു.
മനസ്സിൽ എന്തൊരു അർത്ഥമാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാന്ന് വെച്ചപ്പോൾ നേരം വെളുക്കോളം നിസ്കരിക്കാന്നല്ല, നേരം വെളുക്കോളം നോമ്പ് വെൽക്കാന്നല്ല. എന്ത് പറഞ്ഞ് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈ ഒരു സന്തോഷത്തോട് അവന് പ്രയാസമാണെന്ന് തോന്നുന്ന കാര്യത്തെ നീ പ്രയാസം ലളിതമാക്കി കൊടുക്കുക. അതാണ് ഞാൻ ആശുപത്രി പാഞ്ഞെന്നാണ്, അതാണ് ഞാൻ അവകാശ ദ്രവ്യത്തിൽ വില്ലേജിൽ പോയി എന്നാണ്, അതാണ് പോലീസ്. ചിലപ്പോൾ പോലീസ് സ്റ്റേഷന് പോകണം, ഒരു പക്ഷേ നോ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ടുണ്ടാവും, വണ്ടിയും കൊണ്ട് പോലീസ് സ്ഥലം പോയിട്ടുണ്ടാവും ചാവിയും കൊണ്ട്. അപ്പോൾ പിറ്റേന്ന് പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പോയി കൊടുത്തു. എന്താ സാറേ നമ്മളെ കേടിയൊന്നുമല്ല, അങ്ങനെ പറ്റിപ്പോയതാണ്, ചാവി കൊടുക്കി. രണ്ടാൾ പോയി പറഞ്ഞാൽ എന്നാ സാരല്ല എന്നാ കൊടുത്താൽ എന്നാൽ ഞാൻ അങ്ങനെ ഉണ്ടാവില്ല, നിങ്ങളെ ഏറ്റവും ആയാ മനസ്സിലായില്ലേ പറഞ്ഞത്. അപ്പോൾ ആ ചാവി കിട്ടി. അവനാണ് ജീവിതത്തിൽ പോലീസുകാരനെ കണ്ടിട്ടില്ല, പോലീസുകാരനെ പേടിയാണ്. എന്തോ ആയിക്കോട്ടെ, മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് അവൻ ക്രൂരൻ, അത് കഴിഞ്ഞാൽ അവൻ സാധുവാണ്. മനസ്സിലായി പറഞ്ഞത്. അതിൻ്റെ ഒരു പ്രത്യേക ഒരു പ്രഷറുണ്ട്. ആ പ്രഷറിലാണ് മനുഷ്യൻ നാശാവുന്നത്. ഈ ആയിരക്കണക്കായ മുസ്ലിമീങ്ങളെ ചുട്ടുകൊല്ലുകയും ഗർഭസ്ഥ ശിശുക്കളെ ശൂലത്തിൽ കൊത്തുകയും ഒക്കെ ചെയ്ത ഗുജറാത്തിലെ ഫോട്ടോ ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ ഈ മനുഷ്യന്മാരെയൊക്കെ ഒറ്റക്കൊന്നിങ്ങനെ തോളിലിട്ട് പിടിച്ചാൽ ഒരൊക്കെ കാര്യം എന്തിന് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഉത്തരം കിട്ടൂല. ആ കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്തു അങ്ങനെ തന്നെയല്ലേ പറയും മനുഷ്യന്മാരെ. ആ കൂട്ടത്തിൽ എങ്ങനെ ചെയ്തു പോയതാ. ഒറ്റക്ക് ഇങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, അത് എന്നെ പോലത്തെ ഒരു മനുഷ്യൻ തന്നെ അല്ലേ എന്ന് പറഞ്ഞാൽ ഈ കയ്യമ്മ ചിരട് കിട്ടിയവനാണെങ്കിലും കരഞ്ഞു. സ്വകാര്യതയിൽ മനുഷ്യൻ ചിന്തിക്കും. അതാണ് ഏകാന്തതയിൽ ഇരുന്നപ്പോൾ കണ്ണുനീര് കൊണ്ട് നനഞ്ഞ് കണ്ണ് പൊട്ടി ഒലിച്ചു. അയാൾക്ക് അർശിന്റെ തണലുണ്ടാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. മനസ്സിലായില്ല കുട്ടികളെ? വിഷയത്തിലേക്ക് വീണ്ടും തിരിച്ചു വരി. ഒരാൾ മുത്തനബിയോട് ചോദിക്കാം, മുത്തനബിയെ ഏറ്റവും നല്ല അമലേതാണ്? അപ്പോൾ പറഞ്ഞു സുറൂറും, ഒരു സന്തോഷം. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നീ ഇട്ട് കൊടുക്കുന്ന സന്തോഷമാണ്. അയാൾക്ക് പ്രയാസമാണെന്ന് തോന്നുന്ന കാര്യത്തെ നീ ലളിതവൽക്കരിക്കുക. അല്ലെങ്കിൽ അയാളുടെ കടം നീ വീട്ടിൽ കൊടുക്കുക. അയാളുടെ രോഗത്തിൽ അയാളെ സഹകരിച്ച് സന്ദർശിക്കുക. ഇങ്ങനെ ഇങ്ങനെ എന്ത് അതാണ് കേട്ടോ. എന്റെ ദൈവേ അൽഹംദുലില്ലാ എന്നും പറഞ്ഞില്ല. എന്റെ ദൈവേ, എന്റെ കൃഷ്ണ, ഞാൻ അത് മറക്കൂലാറ് മതി പഠിച്ചു. അതിനത്രയും അറിയൂ. ഇന്നലെ ഞാൻ ഹുതുബോധിയ പള്ളിയുടെ മുന്നിൽ ഒരു സാധുവായ ഹിന്ദു സ്ത്രീ നിൽക്കുന്നുണ്ട്. അങ്ങനെ ആലോചിച്ച് പഠിച്ചു. ഇത് മഴ കഴിഞ്ഞവരൊക്കെ അതിന് പൈസ കൊടുത്ത് പോകുന്നുണ്ട്. അമ്പലത്തിൻ്റെ മുന്നിൽ അങ്ങനത്തെ ആളെ ഞാൻ പലപ്പോഴും കണ്ടിട്ടില്ല. എന്നാൽ പള്ളിയുടെ മുന്നിൽ കാണും. എന്തുകൊണ്ട്? ഈ അമ്പലത്തിൽ പോകുന്നവർക്കും അറിയാം പള്ളിയിൽ വരുന്നവർക്ക് കരുണുണ്ട്, അത് നഷ്ടപ്പെടരുത്. കുടുങ്ങിയാൽ അവർ പള്ളീൻ്റെ അവിടെ പാഞ്ഞു വരിക. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്തൊക്കെ നിങ്ങൾ ഇവിടുന്ന് പാകിസ്ഥാനിൽ പോയിക്കോളി എന്ന് പറയുമ്പോഴും ഇവർ പോയാൽ അവിടെ ശരിയാവില്ല എന്നവർക്കൊക്കെ അറിയാം. സത്യമാണ്. കാരണം മനസ്സിൻ്റെ ഉള്ളിൽ മനുഷ്യത്വമുള്ള ഒരു ജനതയാണ് ആര്? അത് മുഹമ്മദ് നൽകിയത്. അത് മുഹമ്മദ് മുസ്തഫ, അത് മുഹമ്മദ് നൽകിയത്. മുഹമ്മദ് മുസ്തഫ സത്യമായിട്ട് അത് മുഹമ്മദീയ ദർശനം സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവസ്ത്രയായി നഗ്നയായി വേശ്യാവൃത്തി ചെയ്ത് നടന്ന പെണ്ണ് ഒരിക്കൽ നായക്ക് വെള്ളം കൊടുക്കാൻ വിവസ്ത്രയായതിൻ്റെ പേരിൽ ആ പെണ്ണ് സ്വർഗസ്ഥയായി എന്ന് മുഹമ്മദ് മുസ്തഫ. വേശ്യാവൃത്തി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ഒരു വെള്ളക്കുഴിയുടെ അടുത്തൂടെ വന്നു. ഫറാഅത്ത് കൽബൻ, അവർ നായയെ വേശ്യപ്പെണ്ണ് കണ്ടു. യദിലഹുഫിത്തുറാബി, ആ നായ നാവിട്ട് മണ്ണിൽ ഉരസുകയും ഫയൻളുറു ഇലൽമായി, ഇടക്കിടെ വെള്ളത്തിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട്. ഫറഅത്ത് അന്നഹു അത്ഷാൻ, അപ്പോൾ ഈ പെണ്ണിന് മനസ്സിലായി നായക്ക് ഫമാ വജദത, ഒരാളെ ആ പെണ്ണ് കണ്ടില്ല, ഒന്ന് സഹായിക്കാൻ. വമാ വജദത ദൽബൻ, ഒരു ബക്കറ്റും കിട്ടിയില്ല, വല ഹബ്ലൻ, കയറും കിട്ടിയില്ല. ഫഖലഅത സിയാബഹ, അപ്പോൾ ആ പെണ്ണ് വസ്ത്രം അഴിച്ചു. ഇതിനു മുമ്പ് അവൾ വേശ്യാവൃത്തിക്കാൻ വേണ്ടിയാണ് അള്ളാഹ്ക്ക് ഏറ്റവും ദേഷ്യമുള്ള വ്യഭിചാരത്തിനാണ് വസ്ത്രം അഴിച്ചതെങ്കിൽ ഇപ്പോൾ അവൾ വസ്ത്രം അഴിച്ചു. വിജനമായ ഒരു സ്ഥലം, ആരുമില്ല, സഹായിക്കാൻ ആളുമില്ല, കയറുമില്ല. അപ്പോൾ ആ പെണ്ണ് എന്ത് ചെയ്തു? വസ്ത്രം അഴിച്ചിട്ട് ഫത്തഖദത്ഹാ ഹബ്ലൻ, അതിനെ അവൾ ഒരു
കയറാക്കി. ഒരുമ്പട്ട തേവിടിശി പെണ്ണുങ്ങളുടെ ഷൂ ധരിക്കാറുണ്ട് അവൾ. ആ ഷൂ അഴിച്ചിട്ട് ആ ഷൂവിനെ അവള് ബക്കറ്റുമാക്കിയിട്ട് ഫാറുവത്തിൽ കൽബമിറാറൻ പലവട്ടം വെള്ളം എടുത്തിട്ട് ആ പെണ്ണിന് വെള്ളം കൊടുത്തു എന്ന കാരണത്താൽ ഫദഖലത്തിൽ ജന്ന, ആ പെണ്ണ് സ്വർഗസ്ഥയായി. എന്നാൽ ആബിദത്തായ ഒരു പെണ്ണിന്റെ കഥയും മുത്തുനബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. കാന തസുമുന്നഹാറ വതഖൂമുൽ ലൈല വകാനത് ലഹാ ഖിറ റബതത് ഖിറതഹാ ഫമാ തഅമതഹാ വമാ ഖല്ലത് സബീലഹാ ഹത്താ തഅകുല മിൻ ഖശാശിൽ അർളി ഫമാതത് ഫിൽ ഹബ്ലി ഫദഖലത്തിൻ നാർ. ഹബീബായ നബി പറഞ്ഞു. വേറൊരു ആബിദത്തായ പെണ്ണിന്റെ കഥയും ഒരിക്കൽ മുത്തുനബി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഭയങ്കര കരുണയാണ്. അതന്നെ ദീനും. ദീനിന്റെ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താണ് അറിയാം? ആകെ നിങ്ങൾ ഈ 20 കൊല്ലം ഖുർആന്റെ പിന്നാലെ പാഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ എനിക്ക് മനസ്സിലായി, നമ്മൾ ഈ കാണുന്നൊന്നുമല്ല ദീൻ. ദീൻ എന്നാൽ ഒരു തരം കരുണയുള്ള മനസ്സാണ്. സത്യം സത്യം നന്ദി. അതിന് ബാക്കിയൊക്കെ പുറത്തു പോകും. എന്നാൽ ബാക്കിയൊക്കെ ഉണ്ട്. നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, കരുണ ഇല്ലെങ്കിൽ ഒന്നും അല്ലാഹു സ്വീകരിക്കില്ല. നിങ്ങളിൻ്റെ കൂടെ ഉണ്ട് കുട്ടികളെ. നിങ്ങൾ വികായങ്ങളെ സന്നദ്ധരാക്കുന്നത് ഒരു കരുണയുള്ള മനസ്സിനാണ്. ഒരു വികായയുടെ ഒരാൾക്ക് വയസ്സ് 70 കുടുങ്ങിയ ഒരു മനുഷ്യനെ നോക്കിയിട്ടാണ് പോകാൻ കഴിയൂല. എനിക്കൊരാൾ ഈ അടുത്ത ദിവസം ഒരു ചിത്രം കാണിച്ചെന്നു. ഒരു ഹോക്കി സ്റ്റിക്ക് കൊണ്ട് ഒരു 5-8 ആളുകൾ കൂടി ഒരു ചെറുപ്പക്കാരനെ തല്ലിയെന്ന്. ഞാൻ അങ്ങാടിൻ്റെ നടുവിൽ നല്ല ഇൻസൈഡൊക്കെ ചെയ്ത വലിയ വലിയ ഐഫോണൊക്കെ കയ്യിൽ പിടിച്ച് ആളുകൾ അതിലങ്ങനെ നടന്നുകൊണ്ട് അവർക്കൊരു വിഷയമല്ല. എന്തുകൊണ്ട്? അവർ മുസ്ലിമീങ്ങളല്ല. അതുകൊണ്ട് എന്തുകൊണ്ട് അവർക്ക് വിചാരണ നാളിനെ പേടിയില്ല. അവരിവിടെ ചത്തൊന്ന് മാത്രമേ അവരുള്ളൂ. മറ്റവനെ തച്ചൊന്ന ഓൻ ചത്ത്, കുറച്ച് കഴിഞ്ഞാൽ ഇവനും ചത്ത്. മോമിൻ അങ്ങനെയല്ല. മോമിൻ ഇജി എന്തിനായാലും നടന്നു പോയപ്പോൾ ആ തല്ലണോൻ്റെ കൈയൊന്ന് പിടിച്ചൂടായിരുന്നോ? ഞാൻ ഈ ദോഷമൊക്കെ നിനക്ക് പുറത്തുനിന്ന് തരുമായിരുന്നല്ലോ. അന്ന് ഇജി അയാളെ പരിഗണിക്കാതെ പോയില്ലേ? അയാളെ പരിഗണിക്കാത്തതുകൊണ്ട് ഇന്ന് ഞാൻ നിന്നെ പരിഗണിക്കൂല എന്ന് പറഞ്ഞാൽ അത് കുടുങ്ങിയവനെ പരിഗണിക്കണം. ഓൻ ഏത് ജാതി ആയാലും RSS ആയാലും ഏത് ബജറംഗ് ദളായാലും ഓൻ കുടുങ്ങിയനാണോ ഓനെ പരിഗണിക്കണം. അതിൽ ജാതി ഇല്ല, മതല്ല. റഹ്മാനാണല്ലോ. റഹ്മാൻ്റെ അർത്ഥം എന്താ? പറയടാ റഹ്മാൻ്റെ അർത്ഥം. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നിങ്ങളെ ഓരോരുത്തരും തലക്ക് ഈ 2 മേട്ടം കൊടുക്കും. അതിനൊക്കെ ഇംഗ്ലീഷ് നാടാ പറയാ, മലയാളം പറയാം. റഹ്മാൻ എന്ന വാക്കിൻ്റെ മലയാളം പറയാം. തിരിഞ്ഞില്ലല്ലോ. എന്താ തരം? എടാ, ഇന്നലെ നിങ്ങൾക്ക് ചോറ് തന്ന ചിരട്ട ബാക്കിയുണ്ടാവും, അത് കഴുത്തിലിട്ടിട്ട് മാലയാക്കി തൂക്കി നടക്കടാ. അതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം കരുണയിൽ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ RSS എന്നോ BJP എന്നോ ബജറംഗ് ദൾ എന്നോ വിശ്വ ഹിന്ദു പരിഷത്ത് എന്നോ വ്യത്യാസമില്ലാത്തവൻ എന്നാണ് റഹ്മാൻ. അത് പറഞ്ഞിട്ടാണ് റഹീം. മുന്തിക്കുന്നത് റഹ്മാനെയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? മുന്തിക്കുന്നത് റഹ്മാനെയാണ്. എന്താ റഹ്മാൻ കഴിഞ്ഞിട്ടാ റഹീം. റഹ്മാൻ പറഞ്ഞാൽ എന്താ അർത്ഥം? പറയും. ജാതി നോക്കാതെ കരുണ ചെയ്യുന്നവൻ. അതാണ് മദ്രസയിൽ ആദ്യം പഠിക്കുന്നത്. പിന്നെ ഓൻ വർഗീയവാദിയാവുക. അത് ഏതൊരാളോട് മുന്നിൽ പറഞ്ഞു കൊടുക്കാൻ. ഞങ്ങൾ വർഗീയവാദി ആവൂല. എന്തുകൊണ്ട്? ഞങ്ങളെ മദ്രസയിൽ ആദ്യം പഠിപ്പിച്ചു തരുന്നത് ജാതിയില്ലാതെ കരുണ ചെയ്യുന്നവനായ അള്ളാഹുവിൻ്റെ നാമത്തിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കരുണയിലും എന്തില്ല? പറയണ ജാതിയില്ല. അത് പറഞ്ഞാണ് ഞങ്ങളെ ഒന്നാമത്തെ ഹരിശ്രീ. ഹിന്ദുക്കൾ ഹരിശ്രീ എന്ന് പറയും അല്ലേ? നമ്മളെ ഹരിശ്രീ അതാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കരുണ ചെയ്യുമ്പോൾ ജാതിയില്ലാതെ കരുണ ചെയ്യുന്നവൻ അല്ലാഹു. കരുണ ചെയ്യുന്നവൻ ധർമ്മിയ കരുണ ചെയ്യുമ്പോൾ കരുണ ആവശ്യമുള്ളവൻ മതമേതാണെന്ന് നോക്കാതെ കരുണ ചെയ്യുന്നവൻ അല്ലാഹു. കരുണ ചെയ്യുമ്പോൾ കുറ്റവാളിയാണോ ധർമ്മിയാണോ എന്ന് നോക്കാതെ കരുണ ആവശ്യമുണ്ടോ എന്ന് മാത്രം പരിഗണിക്കുന്നവൻ അല്ലാഹു.
അതല്ലടാ അതിന്റെ അർത്ഥം. അങ്ങനെ പറയാൻ മറ്റൊന്ന് ഇംഗ്ലീഷാണ്. കാരണം എന്താ പറയാ, എന്തോ ഒരു വാക്ക് പറഞ്ഞാൽ നിങ്ങൾ പരമകാരം, അതൊക്കെ ഒരു മലയാളത്തിലുണ്ട് ചില ഇംഗ്ലീഷ് പറഞ്ഞു. അതൊന്നുമല്ല അതിന്റെ അർത്ഥം, അതൊക്കെ ഒരു വർത്താനാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം എന്താ പറയും, അള്ളാഹു എന്റെ തലേന്ന് വരുന്നത് ചില സമയത്ത് പെട്ടെന്നാണ് പോയി പോകും. അതുകൊണ്ടത് പോകുന്നതിന് മുമ്പ് തന്നെ കേട്ടോളൂ. അള്ളാഹു ലോഹിനെയും കലമിനെയും പടച്ചിട്ട് കലമിനോട് പറഞ്ഞു ലോഹിൽ എഴുത്. മനസ്സിലായില്ലേ? നൂനി വൽ ഖലമി വമാ യസ്തുറൂൻ. കലമും സത്യമാണ്, ലൗഹും സത്യമാണ്. നിഷേധിച്ചവൻ കാഫിറാണ്. ബൽ ഹുവ ഖുർആനും മജീദുൻ ഫീ ലൗഹിൻ മഹ്ഫൂൾ. ലൗഹുണ്ട് എന്ന് ഖുർആനിലുണ്ട്, കലമുണ്ട് എന്ന് ഖുർആനിലുണ്ട്. നിഷേധിച്ചവൻ കാഫിറാണ്. അല്ലാഹു ലൗഹിനെയും കലമിനെയും പടച്ചു. എന്നിട്ട് കലമിനോട് പറഞ്ഞു ഉക്തുബു ഫിൽ ലൗഹി, ലൗഹിൽ എഴുത്. അപ്പോൾ കലം അല്ലാഹുവോട് ചോദിച്ചു, റബ്ബേ ഞാൻ എന്താണ് ആദ്യം എഴുതേണ്ടത്? നിന്റെ തഖ്ദീറാത്ത് മുഴുവനും ഞാൻ എഴുതാം. എന്താണ് റബ്ബേ ഞാൻ ആദ്യം എഴുതേണ്ടത്? ഇങ്ങോട്ട് നോക്കട്ടെ, ഒരു സെക്കൻഡ് കണ്ണിന്റെ ഇമവട്ടൽ. അപ്പോൾ റബ്ബ് കലമിനോട് പറഞ്ഞു, നീ ആദ്യം ലൗഹിൽ പോയി എഴുത്. എന്റെ പേരല്ല എഴുതേണ്ടത്, റഹ്മ, കാരുണ്യം. ലോഹിൽ ആദ്യം എഴുതിയ വാക്ക് അള്ളാന്നല്ല, ലോഹിൽ ആദ്യം എഴുതിയ വാക്ക് കാരുണ്യം. അള്ളാന്റെ അഡ്രസ് കാരുണ്യം, കരുണയുള്ളവൻ നഷ്ടപ്പെടും. നിങ്ങളിന്റെ ഒപ്പുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല എൻ്റെ പേര് റഹ്മത്തുള്ളാഹ് എന്നാക്കിയതിൽ ഞാൻ അഭിമാനിക്കുന്ന ഒരു സമയമാണ്. റഹ്മ പോലത്തെ ഒരു വാക്കുണ്ടാവുക ഭയങ്കര അതാക്കിയിട്ടുണ്ട്. അതല്ല റസൂലുള്ളാഹിന്റെ പേര്. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? ഒന്ന് കൂടെ വരി. നിങ്ങളിൻ്റെ കൂടെ ഉണ്ടോ? എന്തൊരു വർത്താനാണ്. ഞാൻ എന്താണ് ആദ്യം എഴുതേണ്ടതെന്ന് കലം അള്ളാഹിനോട് ചോദിച്ചപ്പോൾ എൻ്റെ പേരെന്നെ എഴുതിക്കളാ, അതന്നെയല്ലേ ആദ്യം വേണ്ടത് നല്ല പറഞ്ഞത്. ആദ്യം എഴുതേണ്ടത് റഹ്മ. കലമ് കൊണ്ട് ആദ്യം കലമ് ലോഹിൽ എഴുതിയ വാക്കാണ് എന്ത്? റഹ്മ. എന്ത്? കാരുണ്യം. അള്ളാന്റെ അഡ്രസ് കാരുണ്യാണ്. നിങ്ങൾ കണ്ടില്ലേ ആ ആയത്തിനെ കൊണ്ടിട്ട് ഫിറ്റാക്കിയത്? എവിടെ ഫിറ്റാക്കിയത്? നിഷ്കരുണതയുടെ നടുവിൽ. رأيت الذي يكذب بالدين فذلك الذي يدعو اليتيم ولا يحض على طعام المسكين. അതുകൊണ്ട് فويل للمصلين. ദീനിനെ കളവാക്കിയവനെ കണ്ടുവോ? അവനാരാ? അവൻ യതീമിനോട് പരുഷമായി പെരുമാറുന്നവനും മിസ്കീന് ഒരു നേരത്തെ അന്നം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനുമാണ്. അതുകൊണ്ട് പല നിസ്കാരക്കാരും നരകത്തിലേക്കാണ്. നിസ്കരിക്കുന്നത് എന്തിനാണെന്ന ബോധം പോലും അവർക്കില്ല. അല്ലദീനഹും യുറാഊൻ, പിന്നെ ജനങ്ങളെ കാണിക്കാനല്ലാത്തൊരു നിസ്കാരവും അവർക്കില്ല. വയംനഊനൽ മാഊൻ, പരിസരവാസികളോട് പോലും അവർ കാരുണ്യം ചെയ്യാറില്ല. അവരെ നിസ്കാരം അല്ലാഹുക്ക് വേണ്ട. എന്തുകൊണ്ട്? വയംനഊനൽ മാഊൻ, പരിസരവാസികളോട് പോലും ഒരു നഷ്ടമില്ലാത്ത കാരുണ്യത്തിനും അവർ സഹകരിക്കില്ല. നിങ്ങളെ മാഊൻ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് കൊണ്ട് നഷ്ടമില്ലാത്ത വസ്തുക്കൾക്ക് മാഊൻ എന്ന് പറയും. നിങ്ങളെ കൈക്കോട്ടൊന്ന് തരുമെന്ന് ചോദിച്ചു. കൈക്കോട്ട് ഇവിടെ തരാൻ മാത്രമല്ല. എന്നിട്ട് വല്യമ്മ ദുആ നിസ്കരിക്കാൻ പോയി. അല്ലാഹു തആല പറയടാ കൈക്കോട്ടെ നിങ്ങൾക്കും വാങ്ങി വെച്ചൂടെ, ഇവിടെ തന്നെ വരണോ ചോദിച്ചു. എന്നിട്ട് വല്യമ്മ നിസ്കരിക്കാൻ തന്നു. അല്ലാഹു അക്ബർ. പറയടാ, നിങ്ങൾക്കാരെയും പേടിയുണ്ടോ? പറയടാ. അവരാ നിസ്കാരം അല്ലാഹു തആലക്ക് വേണ്ട. ആ കൈക്കോട്ടം തിരഞ്ഞിട്ട് അന്നത്തെ ദുആ മുടങ്ങിയാലും അല്ലാഹു തആല സ്വീകരിക്കും. ആയിക്കോട്ടെ കുട്ടികളെ, കൈക്കോട്ടെ എവിടെ നിന്ന് കാണാനില്ലല്ലോ പറഞ്ഞു. നോക്കുമ്പോൾ കൈക്കോട്ടിൻ്റെ തായൊക്കെ മുറിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ തായ ശരിയാക്കിയിട്ടപ്പോഴത്തിന് ദൂറിൻ്റെ വാങ്ങി കൊടുത്തു. ദുആന്റെ സമയം മുടങ്ങി. എന്നാലും ദൂറിന് ശേഷം 2 റക്അത്ത് നിസ്കരിച്ചാലും ദുആന്റെ കൂലി അല്ലാഹു കൊടുക്കും.
കാരണം ഒരു സാധുവിനെയും ഒരു സാധുവായ കുടുംബത്തിനും എന്തൊരു ചേമ്പിന്റെ വിത്ത് കുഴിച്ചിടാണ്ട്, അല്ലെങ്കിൽ എലി ശബ്ദത അവരെ വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ടായിട്ട് കുഴിച്ചിടാണ്ട്. അതിനാണ് അവർ കൈക്കോട്ടിന് വന്നത്. ഈ കൈക്കോട്ട് കൊടുക്കാത്തതുകൊണ്ട് അള്ളാഹു ആ ഉമ്മാന്റെ നിസ്കാരം പറയട, അങ്ങ് കാര്യടാ പേടി പറയട. എന്തിനാണ്? നിർമ്മലമായ ഒരു മനസ്സിന്റെ സൃഷ്ടിപ്പാണ് നിസ്കാരത്തിന്റെ ലക്ഷ്യമെന്ന ബോധം പോലും അവർക്കില്ല. മനസ്സൊന്ന് നന്നാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത് എന്ന ബോധവും അവർക്കില്ല. പിന്നെന്തിനെ നിസ്കരിച്ചത്? അല്ലദീനഹും യുറാഊൻ, ജനങ്ങളെ കാണിക്കലല്ലാത്തൊരു ലാഭവും ഇതിലില്ല. വയംനഊനൽ മഊൻ, പരിസരവാസികളോട് നഷ്ടമില്ലാത്തതിൽ പോലും സഹകരിക്കാത്തവരല്ലേ? പറഞ്ഞത് മനസ്സിലായ കുട്ടികളെ, ഇതല്ലടാ ദീൻ. ഫലഖ്തഹമൽ അഖബ, فلقتحم العقبة وما أدراك ما العقبة فك رقبة وإطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة اللهم اجعلنا منهم. ഇതിന് മാത്രം അർത്ഥം വെച്ചാൽ ഞാൻ അവസാനിപ്പിക്കും. ഞങ്ങളെപ്പോലെ രാവിലെ നിങ്ങൾ കട്ടൻ ചായ കുടിച്ചിട്ടുണ്ടാവും. ഞാൻ കട്ടൻ ചായക്ക് നിന്നാൽ അത്രയും നിങ്ങൾക്ക് നേരം വൈകുമല്ലോ എന്ന് വിചാരിച്ച് മൂത്തേർത്തുനിന്ന് ഓടിയതാണ്. അപ്പം ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടില്ല. ഇവിടെ വന്നപ്പോൾ ഒരു ചായ എനിക്ക് തന്നു. അതാകട്ടെ നിങ്ങളെ മുഖം നോക്കിയിട്ട് കുടിക്കാൻ എനിക്കൊരു മടിയും. അങ്ങനെ ചായ അവിടെ തന്നെ കിടക്കുകയാണ്. നോക്കി നിങ്ങളെ പോലെ എനിക്കൊന്നും ധൃതിയുണ്ട്. ഈ ഒരു ചായ ഏരിയക്ക് മാത്രം അർത്ഥം വെച്ചുതരാം. സന്നദ്ധ പ്രവർത്തനം. ഏതാ സൂറത്ത്? بلد لا أقسم بهذا البلد وأنت حل بهذا البلد ووالد وما ولد لقد خلقنا الإنسان في كبد. ആ സൂറത്തിൽ അവിടെ നിന്ന് വന്നാലുണ്ട് എന്ത്? ഓതു فلقطعوا بالله من الشيطان الرجيم بسم الله الرحمن الرحيم فلقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة ثم كان من الذين آمنوا وتواصوا بالصبر وتواصوا بالمرحمة أولئك أصحاب الميمنة. എന്താ പറഞ്ഞേ? فلقتحم العقبة, നരകത്തിന്റെ മേൽപ്പാലം എങ്ങനെയെങ്കിലും നിങ്ങൾ കൊണ്ട് വിട്ടുകിടക്കാൻ നോക്കിക്കൂടെ? വിട്ടുകിടക്കൽ എവിടെയാണെങ്കിലും നോക്കൽ ഇവിടെ. അഖബ എന്ന് പറഞ്ഞാൽ നരകത്തിന്റെ മുകളിലുള്ള മേൽപ്പാലം. സിറാത്ത് പാലത്തിനും അഖബ എന്ന് പറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. നരകത്തിന്റെ നരകത്തിന്റെ മുകളിലുള്ള മേൽപ്പാലം എങ്ങനെയെങ്കിലും ഒന്ന് വിട്ടുകിടക്കാൻ നിങ്ങൾക്ക് കഷ്ടപ്പെട്ടാണെങ്കിലും ദുനിയാവിൽ ശ്രമിച്ചുകൂടെ? നരകത്തിന്റെ മേൽപ്പാലം എങ്ങനെയാണ് വിട്ടുകിടക്കുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? താഴ്ന്നു പോയ പെരടിയെ, കുടുങ്ങിപ്പോയ പെരടിയെ മോചിപ്പിക്കുക തന്നെ. സുബ്ഹാനല്ലാഹ്. ഒരു കുടുങ്ങിയവന്റെ പെരടി അവിടെ നിന്ന് മോചിപ്പിക്കുക. കുടുങ്ങിയിട്ടുണ്ട്. ആ കുടുങ്ങലിന് ചെറിയ അർത്ഥം മുതൽ വലിയ അർത്ഥം വരെ. ഏറ്റവും ചുരുങ്ങിയത് ഒരാള് ക്യൂവിൽ നിൽക്കുമ്പോൾ വേറുള്ളവർ വന്നിട്ട് ജാമായി. അപ്പൊ നമ്മളവിടെ ഇറങ്ങിയിട്ട് ഓനോട് കഴിച്ചിലാക്കി. അത് വിലയിൽപ്പെടും. നിങ്ങൾ പോലെ ഉണ്ടോ കുട്ടികളെ? അതൊക്കെ ഇൽപ്പെടും. അവന്റെ പെരടി അവിടെ നിന്ന് അഴിച്ചെടുക്കുക. അവന്റെ പെരടി അങ്ങോട്ട് കയറാതെ ആ പെരടി നിങ്ങൾ വെച്ചു കൊടുക്കുക. ആ ക്യൂയിലേക്ക് നിങ്ങൾ ചാടുക. എന്നിട്ട് നിങ്ങളെ കുപ്പായ കൈ പോവുക. നിങ്ങളെ വാച്ചിന്റെ പട്ട പോവുക. വാച്ചിന്റെ പട്ട പോയി കൂടെ സിറാത്ത് പാലല്ലേ അവിടെ കയറി പോണ്? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇതൊരു വർത്താനാണ്. അതുപോലെ എന്റെ കൂടെ എന്തോ ഒരു അങ്ങയത്താണ് അതൊക്കെ എന്നറിയാം. നിങ്ങൾ ചിന്തിക്കും, പുണ്യം നമ്മ കാലിന്റെ ചോട്ടിലും കുട്ടികളെ അത് തേടി പായണ്ട. പുണ്യം എന്ന് പറഞ്ഞ ഇവിടെ ഉണ്ട്. നമ്മളെ തൊട്ട് പരിസരത്ത് പുണ്യമുണ്ട്. അത് നോക്കാതെ നമ്മൾ പായും. എവിടെയാ പുണ്യം കിട്ടുക? മനസ്സിലായോ?
وما أدراك ما العقبة فك رقبة فك رقبة فك رقبة പെരടികളെ അഴിച്ചെടുക്കുക തന്നെ. ഒരുപാട് അർത്ഥം ഉണ്ടായിരുന്നു. ഒരുപാട് കുഴങ്ങിപ്പോയ പെരടിയെ അഴിച്ചെടുക്കുക. മർദ്ദിതനെ വേറുള്ളവർ മർദ്ദിക്കുന്നതിനിടയിൽ അവനെ അഴിച്ചു കൊണ്ടുവരിക. അടിമകളെ മോചിപ്പിക്കുക. അല്ലാഹു അല്ലാത്തതിന്റെ അടിമത്തത്തിൽ പെട്ടുപോയവനെ മെല്ലെ മെല്ലെ രക്ഷപ്പെടുത്തുക. ഒരുത്തന്റെ തല കൊണ്ട് പെരടി പോയിട്ട് കഞ്ചാവിൽ പെട്ടു. അതൊക്കെ അർത്ഥം മനസ്സിലായില്ല. അപ്പൊ നിങ്ങളൊരു 3-4 വിക്കായന്റെ ആളുകൾ സംസാരിച്ച് അവനോട് മോചിപ്പിച്ചു. എന്തെന്ന്? കഞ്ചാവെന്ന്. അവന്റെ പെരടി അവിടെ നിന്ന് എടുത്തു. മനസ്സിലായോ? അത് കള്ളുന്നെടുത്തു, കഞ്ചാവെന്നെടുത്തു, വ്യഭിചാരത്തിനെടുത്തു, തോന്നിയാസം. ഇത് ഭയങ്കര അർത്ഥം. എന്തും നോക്കുന്ന ഒരു പെരടി ഇങ്ങനെ താഴ്ത്തിയിട്ട് വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്ന നായ. ആ നായയുടെ പെരടി താഴ്ന്നു നിൽക്കുകയാണ്. എന്തിലേക്ക്? വെള്ളത്തിലേക്ക്. അവിടുന്ന് ആ പെണ്ണ് ആ പെരടിയെ മോചിപ്പിച്ചു. വെള്ളം കൊടുത്തപ്പോ ആ പെണ്ണ് സ്വർഗത്തിൽ കടന്നു. ഇതും ഫക്കുറക്കബയാണ്. മനസ്സിലായില്ല? നേരത്തെ പറഞ്ഞ കഥ ഉണ്ടല്ലോ, അതും ഫക്കുറക്കബയാണ്. ഏത്? ആ നായക്ക് വെള്ളം കൊടുത്ത്. അല്ലെങ്കിൽ അതിങ്ങനെ താഴ്ന്നു നിൽക്കുകയാണ്. അതിന് വെള്ളത്തിന് കൂടിയുണ്ട്. فلقتحم العقبة وما أدراك ما العقبة فك رقبة فك رقبة فك رقبة. ഒരുത്തന്റെ പെരടിയെ മോചിപ്പിക്കുക. എന്താന്നുള്ളത് നിങ്ങളാണ് ചിന്തിച്ചാൽ അതിൽ അവകാശ സർട്ടിഫിക്കറ്റ് വാങ്ങി കൊടുക്കല്, പോലീസ് സ്റ്റേഷനിൽ പോയി കൊടുക്കല്, ആശുപത്രിക്ക് പാഞ്ഞു കൊടുക്കല്, ഇതൊക്കെ കഷ്ടപ്പെട്ട നാൾ, കഷ്ടപ്പാടിന്റെ നാളിൽ ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം അല്ലെങ്കിൽ മരുന്ന് അല്ലെങ്കിൽ വസ്ത്രം അല്ലെങ്കിൽ പാർപ്പിടം അല്ലെങ്കിൽ മറ്റു സൗകര്യങ്ങൾ. യതീമന്ദ മഖറബ, നിന്റെ കുടുംബത്തിൽപ്പെട്ട യതീമ മുതൽ തുടങ്ങുക. അല്ലാതെ സഹായിക്കാനില്ല. അല്ലെങ്കിൽ മണ്ണിൽ വീണ് കിടക്കുന്ന മിസ്കീനെ എടുത്തുകൊണ്ടുപോയി നീ ശുദ്ധീകരിച്ച് മനുഷ്യനാക്കുക. ബസ് സ്റ്റാൻഡിൽ കിടക്കേണ്ട ഒരാൾ പുഴുത്തരിച്ചിട്ട് ആരുമില്ല. സത്യത്തിൽ ക്രിസ്ത്യാനികളാണ് അവരെ കൊണ്ടുപോവുക. ക്രിസ്ത്യാനികൾ എന്തിനാ കൊണ്ടുപോകേണ്ടത്? നമ്മളല്ലേ. നമ്മളെ പണി അവയ്ക്കൂല. മനസ്സിലായില്ല നിങ്ങൾക്ക്? ഔ മിസ്കീനൻ ദാ മത്രബ, തുറാബിൽ നിന്നാണ് മത്രബ. ഔ മിസ്കീനൻ ദാ അവൻ എവിടെ വീണ് കിടക്കാണ്? മണ്ണല്ലാതെ ഒന്നുമില്ല. ബസ് സ്റ്റാൻഡ് കിടക്കാണ്. മണ്ണല്ലാതെ ഒരു അഭയമില്ല. ആരും സഹായിക്കാല്ല. മണ്ണല്ലാതെ അഭയമില്ലാതെ മണ്ണിൽ വീണ് കിടക്കുന്ന മിസ്കീനെ സംരക്ഷിക്കുക. ആദ്യം മുതൽ അതിന് മണ്ണല്ലാതെ ഒന്നുമില്ല. ഒന്നും ചിലപ്പോ കുറ്റവാളിയാവും, ചിലപ്പോ അവന് കുടുംബം ഉണ്ടാവില്ല, സാധുവായിരിക്കും. യുദ്ധത്തിൽ ജൂതൻ മരിച്ചപ്പോൾ ജൂതന്റെ പെണ്ണുങ്ങൾ വന്ന് കരയാൻ തുടങ്ങി. അതിലൂടെ നടന്നു പോകുന്നു സയ്യിദ്നാ ബിലാൽ. ബിലാൽ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കില്ല. എപ്പോഴും പ്രശംസിക്കാറുള്ള മുത്തുനബി അപ്പോൾ മാത്രം ബിലാലിനെ ശകാരിച്ചു. ആ പെണ്ണിന്റെ അരികിലൂടെ അങ്ങനെ നടന്നു പോകാൻ നിനക്കെന്ത് പറ്റി ബിലാൽ? തീരെ ഒരു കരുണല്ലാത്തതുപോലെ. ആ പെണ്ണിനോട് വർത്താനം പറഞ്ഞൂടെ? സാരല്ലട്ടാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മരിക്കും, യുദ്ധല്ലേ, സാരല്ല, ക്ഷമിക്ക അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇല്ലെങ്കിൽ ആ വഴിക്ക് പോരണ്ട എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായോ? ഒരു പെണ്ണ് ആ മയ്യത്തിന്റെ അടുത്ത് നിന്ന് കരഞ്ഞിട്ട് ശരിയാണ് പോലെയാണോ ബിലാൽ? എന്തെങ്കിലും ആ പെണ്ണോടൊന്ന് പറയണ്ടേ? നമ്മളെ സൈന്യത്തിന്റെ അടികൊട്ടിട്ടാണ് അയാൾ മരിച്ചത്. അയാളെ സൈന്യത്തിന്റെ അടികൊട്ടി നമ്മളാളുകൾ മരിച്ചിട്ടുണ്ട്. മനസ്സിലാണ്ട് പറഞ്ഞു. എന്നാലും അതിലെ ഒന്നിരിക്കലും പോരരുത്. പോരുകയാണെങ്കിൽ ആ പെണ്ണിനോട് മുടി അയച്ചിട്ടിട്ട് ഭർത്താവിന്റെ പിന്നെ ശവശരീരത്തിന്റെ മേലെ വീണ് കിടന്ന് കരയാണ് ആ പെണ്ണ്. അപ്പൊ അതിലാണ് പോരാൻ പാടില്ല. പോരുകയാണെങ്കിൽ എന്ത് പറയണം? സഹോദരി സാരല്ല, അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറ്റിയിട്ടുണ്ട്, ക്ഷമിക്ക്, അല്ലാഹു ക്ഷമിക്ക്, ഒരു ക്ഷമിക്ക്, സാരല്ലട്ടാ എന്നാ പെണ്ണിനോടൊന്ന് പറയണം. അല്ലെങ്കിൽ ആ വഴിക്ക് പറ. ഒരു പൊട്ടിക്കരയുന്ന പെണ്ണിന്റെ അരികിലൂടെ ഒരു സാന്ത്വന വാക്ക് പറയാതെ പോരാ. നിന്റെ മനസ്സിൽ നിന്ന് കരുണ നീ പറ്റ എടുത്തു നീക്കിയോ ബിലാലെ? നിന്നെപ്പോഴത്തെ ഒരാൾ നന്നായി നാശമാവുകയാണോ ബിലാലെ?
എന്തെങ്കിലും വിചാരിച്ചു. എപ്പോഴും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷം പറയാറുള്ള ആളാണ് സയ്യിദ്നാ ബിലാൽ. ഇപ്പൊ ശകാരിച്ചു, കരുണല്ലാത്തത് പോലെ അങ്ങനെ പോരല്ലേ. ആ പെണ്ണിനോട് വാക്ക് വേണ്ടി ഇസ്ലാം എന്നാൽ കാരുണ്യാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? കൂടുതൽ വർത്താനം പറയല്ല. അതേപടി അങ്ങനെ നിങ്ങൾ കുഴഞ്ഞവനെ രക്ഷപ്പെടുത്തിയാൽ അള്ളാഹിന്റെ കോടതിയിൽ അള്ളാഹ് രക്ഷപ്പെടുത്തിയിരിക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഉറപ്പ്. ജാതിയില്ല, മതല്ല, ഒന്നുമില്ല. ഇല്ലേ ജാതിയും മതവും ജീവിയും ഇല്ല. നായനെ രക്ഷപ്പെടുത്തിയാൽ മുഹല്ലലായ നായ, ഒരു നായക്ക് രോഗം പിടിച്ചപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു ആ നായയെ ദൂരെ കൊണ്ടുപോയി പരിചരിക്കൽ പതിവായി. ദിവസേന നായൻ്റെ അടുത്ത് പോയിട്ട് നായയുടെ മുറി വെച്ചിട്ടു ഒരു നായക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കും. ആര്? ഷാഫി ഇമാമിന്റെ ഉസ്താദായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു പറയട യന്ത്രം ഉണ്ടായിരിക്കുന്നത്. ഷാഫി ഇമാമിന്റെ ഉസ്താദായ ഇമാം മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആലോചിക്കുക കുട്ടികളെ, തൊട്ട 7 വട്ടം കഴുകണം. അതിൽ മണ്ണ്, അതൊന്നും പ്രശ്നമല്ല. കഴുകാൻ അവിടെ വെള്ളമുണ്ട്, മണ്ണുണ്ട്. എന്നാലും അതിനെ പരിചരിക്കണം. അത് അള്ളാന്റെ ജീവിയാണ്, അള്ളാന്റെ സൃഷ്ടിയാണ്. അതിനെ അങ്ങനെ ഒഴിവാക്കാൻ പാടില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്താ ഒരു നായനെ രോഗമായപ്പോൾ നായയെ എടുത്തു കൊണ്ടുപോയി ദൂരെ വെച്ചിട്ട് ആ നായെ പരിചരിച്ചു. അതിനെല്ലാം സൗകര്യം ചെയ്തു കൊടുത്തു. രാവിലെ വൈകുന്നേരം അതിൻ്റെ അടുത്ത് പോയി അതിനെ വെച്ച് കെട്ടും, മുറിവ്, ഭക്ഷണം കൊടുക്കും. ആര്? മാലിക് ഇമാം. ഹനഫി ഇമാമിന് ഒരിക്കൽ കൂഫ പള്ളിയിൽ ഉറങ്ങുമ്പോൾ വലിയൊരു കുപ്പായ കൈ ഉണ്ടായിരുന്നു. ഈ കുപ്പായ കൈ എന്തോ നല്ല സൗകര്യമുള്ള സ്ഥലം വിചാരിച്ചിട്ട് ഒരു പൂച്ചക്കുട്ടി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉറങ്ങി. വലിയ നീണ്ട കുപ്പായ കൈയാണ് ആരുടേത്? മനസ്സിലായില്ലേ പറഞ്ഞത്? അപ്പൊ ഈ കുപ്പായ കൈ ഇങ്ങനെ വെച്ച് കിടക്കുമ്പോൾ പൂച്ച ഇങ്ങനെ വന്ന് ചുമരിന്റെ അടുത്തൂടെ വന്നിട്ടുണ്ടാവും. അങ്ങനെ ഒന്നാൾ ഇതിനുള്ളിൽ കയറി, പിന്നെ ഇവിടെ കിടന്നുറങ്ങി. അബൂ ഹനീഫ ഇമാം ഉറക്കം ഉണർന്ന് നോക്കുമ്പോൾ കുറുകുറു ഒച്ചുണ്ടാക്കി ഉറങ്ങാണ്. ആര്? പൂച്ച. അപ്പൊ ആണ് ഇളകിയില്ല. ശിഷ്യനോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു കത്രിക കൊണ്ടുപോകാൻ. അങ്ങനെ കത്രിക കൊണ്ടുവന്നപ്പോ ഇവിടെ വെട്ടം പറഞ്ഞു. എവിടെ പറേ? കുപ്പായ കൈ പൊടാൻ വെട്ടി. മെല്ലെ കൈ അവിടെ നിന്ന് എടുത്തു. പൂച്ചന്റെ ഉറക്കൊഴിവാക്കണ്ട, അള്ളാഹുവിന് സന്തോഷം കൊടുത്തിരുന്ന നേരാണ്. അപ്പൊ മുടങ്ങണ്ട, ഉറങ്ങിക്കോട്ടെ. ഉറക്കം കഴിഞ്ഞ് പൂച്ച എണീറ്റ് പോയി. അപ്പോൾ പിന്നെ ഇവിടെ തുന്നി പൊട്ടിപ്പിച്ചു. നിങ്ങൾ പറഞ്ഞ മനസ്സിലാക്കിയോ? ആര്? നിങ്ങൾ എന്താ വിചാരിച്ചേ? ആര്? അബൂ ഹനീഫത്തുൽ നുഅ്മാൻ അൽ കൂഫി റളിയല്ലാഹു അൻഹു. ഒക്കെ ചരിത്രല്ലേ? എന്താ മനുഷ്യന്മാരൊക്കെ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. അടുത്തായിട്ട് പിന്നവൻ വിശ്വാസി സംഘത്തിൽ ചേർന്ന് പ്രവർത്തിക്കുക. വിശ്വാസി സംഘത്തിന്റെ പ്രത്യേകത ഐഡന്റിറ്റി. കുഴങ്ങിയവനോട് ക്ഷമിക്കുക എന്ന് പറയുക. ഉള്ളവനോട് കൊടുക്കുക എന്ന് പറയുക. മനസ്സിലായില്ല? ഇനി അവൻ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ വിഖായന്നെ സുമ്മക്കാന. അവൻ മുഅ്മിനാകണമെന്നല്ല, അവൻ മുഅ്മിനീങ്ങളെ സംഘത്തിൽ പ്രവർത്തിക്കുക. സുമ്മക്കാന പറയട കുട്ടിയെ, അവൻ മുഅ്മിനാകണമെന്നല്ല. അവൻ മുഅ്മിനാകണമെന്ന് ഇനി പറയേണ്ട ആവശ്യമില്ല. അസ്ന തന്നെ മുഅ്മിനാകണം. സുമ്മ പിന്നെ കാന അവൻ ആവുക. മിനല്ലദീന ഒരു സംഘത്തിൽ പെടുക. ആമനു അവർ മുഅ്മിനീങ്ങളായ സംഘമാണ്. മുഅ്മിനീങ്ങൾ മാത്രമല്ല, വതവാസോ ബിസ്സബ്രി കുഴങ്ങിയവരോട് ക്ഷമിക്കട്ടോ, ഇപ്പൊ ഞങ്ങൾ ശരിയാക്കി തരാമെന്ന് പറയാം. വതവാസോ ബിൽ മർഹമ ഞാനൊരാൾ അവിടെ കിടത്തി പോന്നതാണ്, നിനക്കത് കഴിയും, എന്തെങ്കിലും ഒന്നും കൊണ്ട എന്ന് പറയും. വതവാസോ ബിസ്സബ്രി വതവാസോ ബിൽ മർഹമ. നമുക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു കുഴങ്ങിയ ആള് ഒരിക്കൽ ഓപ്പറേഷന് വേണം, നാളെ 10 ലക്ഷം റുപ്യ വേണം. ആയിക്കോട്ടെ, ഞങ്ങൾ നോട്ടിട്ടാ ഞങ്ങൾ ആൾ കഴിഞ്ഞത് ചെയ്യാന്ന് ഇവരോട് പറയാം. എന്നിട്ട് ഉള്ളവനോട് പോയി പറയാം, നിങ്ങളൊരു 10 ആൾ പൈസ ഇറക്കി ഞങ്ങൾ ഒരാളെ കിടത്തി പോകുന്നതാണ്, നിങ്ങളെ കയ്യിലൊക്കെ ഉണ്ട്, ഒന്നും തരി. നിങ്ങൾക്ക് പറഞ്ഞത് അപ്പൊ അതാണ് വതവാസോബിസ്സബ്രി. കുഴങ്ങിയവനോട് എന്ത് പറയാ? കുഴങ്ങിയവനോട് എന്ത് പറയാ? നമുക്ക് നാളെ ചെയ്യട്ടാ, അങ്ങനെ 2 ദിവസം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യട്ടെ, ബേജാറാവണ്ട കേട്ടോ. ഡോക്ടറോട് പറഞ്ഞു, അതാ ഡോക്ടറെ നിങ്ങൾ ബേജാറാവണ്ട എന്ന് പറയാം. നമ്മുടെ ഒരു പ്രവർത്തകൻ, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന് പിന്നെ അൽഷിഫ ഹോസ്പിറ്റലിൽ എത്തി നോക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റിൽ പെട്ട് വന്ന് നിൽക്കുകയാണ്. നമ്മളെ ഇങ്ങോട്ട് കേൾക്കുമോനെ ഈ സംഭവം കേൾക്കും. അപ്പൊ ഇവൻ ഒരാളെ കാണാൻ പോയതാണ്. അപ്പൊ അവിടെ ചെന്നപ്പോൾ ആക്സിഡന്റ് പറ്റി ഗത്യന്തരെല്ലാം കെട്ടാണ്. അവർ ഓപ്പറേഷൻ ചെയ്യൂല. ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ അവർക്ക് പിന്നെ ഒന്നിരിക്കൽ പൈസ കൊടുക്കണം, അല്ലെങ്കിൽ പൈസ ഏൽക്കണം.
നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പൊ 3 ലക്ഷം റുപ്യ അവിടെ കൗണ്ടറിൽ കെട്ടണം. അപ്പൊ ഇവന്റെ കയ്യിൽ ഇതിങ്ങനെ അവരിങ്ങനെ പായാണ്. പായപ്പോ ഇവൻ എന്ത് ചെയ്തെന്നറിയും? അവൻ ഒരാഴ്ച മുമ്പ് എടുത്ത ഇന്നോവ വണ്ടിയുടെ ചാവി ഉണ്ടോ അവന്റെ കയ്യിൽ. നേരെ കൗണ്ടറിൽ പോയിട്ട് ആ ചാവി പുതിയ ഫുൾ ഓപ്ഷൻ ഇന്നോവന്റെ കാറിന്റെ ചാവി, ഞാൻ ഓട്ടോറിച്ച് പോയിക്കോളാം, നിങ്ങൾ ഇവിടെ ചളി പൈസ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ചാവി എന്നാ മതി. പെട്ടെന്ന് ആശുപത്രി കയറ്റി ഓപ്പറേഷൻ കഴിയും. അപ്പോഴത്തെ നാട്ടുകാരൊക്കെ കൂടി പൈസ ഉണ്ടാക്കി കൊടുത്തു. ആ ഒരൊറ്റ ചാവി മതിയാവും. അള്ളാന്റെ അടിമയെ മിനിറ്റ് കൊണ്ട് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ മരിച്ചിട്ട് പിന്നെ പൈസ എന്താ കാര്യം? പറഞ്ഞത് മനസ്സിലായ കുട്ടികളെ. അതൊരു മോമിനെ ചെയ്യുള്ളൂ, അതൊരു മോമിനെ കഴിയുള്ളൂ. എന്തുകൊണ്ട്? ഭീകരവും നീണ്ടതുമായ ദിവസത്തെ പേടിച്ചിട്ടാണ് അതൊക്കെ ചെയ്യുന്നത്. നിങ്ങളൊരു നന്ദി പറയേണ്ട ആവശ്യം പോലും ഞങ്ങൾക്ക് ഇല്ല. പറഞ്ഞത് മനസ്സിലായില്ലേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. പിന്നെ ഒരിക്കൽ അടുത്ത യോഗത്തിന്റെ ഇതിന്റെ അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. മനസ്സിൽ കരുണ വെക്കുക, കരുണയോടെ എതിർക്കരുത്. ദുനിയാവിലെ ഏറ്റവും വലിയ നന്മ